ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലേ? ഞാനിപ്പോൾ നിൽക്കുന്നത് ഫ്രാൻസിലാണ്. നിലവിൽ നമ്മൾ ബെൽജിയത്തെ പോർട്ടിൽ നിന്ന് എടുത്ത ലോഡാണ്. ഇനിയിപ്പോൾ ഫ്രാൻസിൽ കസ്റ്റംസ് ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്ക് FM-ൽ കൊണ്ടുപോയിട്ട് അൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ വണ്ടി ഇട്ടത് എന്താ പറയുന്നത്, ഫ്രാൻസിനകത്ത് ഒരു പാർക്കിങ്ങിലാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഈ ഫ്രാൻസ് സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് നമുക്ക് വലിയ പാർക്കിങ് തന്നെ കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് പമ്പിൽ കുളിക്കാനും അതുപോലെ ബാത്റൂമിൽ പോകാനൊക്കെ സൗകര്യമുണ്ട്. പിന്നെ അത്യാവശ്യം സെറ്റപ്പാണ്. അപ്പോൾ ഞാൻ ഈ പമ്പിലേക്ക് വന്നപ്പോൾ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. വേറൊന്നുമല്ല, ഈ പമ്പിൽ നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ, ഈ പട്ടീനെ കൊണ്ടൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരില്ലേ, അവരൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കിപ്പോൾ പമ്പിലേക്കൊക്കെ പോകുമ്പോൾ പട്ടീനെ എവിടെ നിർത്തും എന്നുള്ളൊരു കൺഫ്യൂഷനൊന്നും വേണ്ട കേട്ടോ. ഇത് കണ്ടോ, ഇതിന് വേണ്ടിയിട്ട് ഒരു പട്ടിക്കൂട് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതിൻ്റെ ഉള്ളിൽ കെട്ടിയിട്ട് നമുക്ക് ലീഷ് ചെയ്തിട്ട് നമുക്ക് ബാത്റൂമിലും അതുപോലെ അതിനകത്ത് ഫുഡ് കഴിക്കാനൊക്കെ പോകാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിതേപോലെ പമ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് യാത്ര ചെയ്ത് വരുമ്പം നമുക്ക് ശരിക്കും നല്ലൊരു ബ്രേക്ക് എടുക്കാൻ പറ്റിയ ഫുൾ സെറ്റപ്പും ഇവിടെ ഇങ്ങനത്തെ പമ്പുകളിൽ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇത് ആണ് യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ സാലറി മേടിക്കുന്ന വണ്ടി കേട്ടോ പോകുന്നത്. കണ്ടില്ലേ? ഇതേപോലെ കാറ് കയറ്റി പോകുന്ന ട്രക്കുകൾക്കാണ് നല്ല സാലറി ഉള്ളത്. അത് ഏറെക്കുറെ നമ്മുടെ നാട്ടിൽ 4 ലക്ഷത്തിന് മേലേക്കൊക്കെ സാലറി കിട്ടുന്ന ഒരു ഫീൽഡാണ്. അതേപോലെ തന്നെ റിസ്ക്കും ഉണ്ട് കേട്ടോ. ആ വണ്ടി അവർ തന്നെ കയറ്റി സെറ്റാക്കിയിട്ട് വേണം അതേപോലെ ലോക്ക് ചെയ്തിട്ടൊക്കെ പോകാൻ. ഇതുണ്ടല്ലേ, മഞ്ഞ് നല്ല രീതിയിൽ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ വെയിലടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വെയിലടിക്കുമ്പോൾ ചെറുങ്ങനെ ഉരുകുന്നുണ്ട്, എന്നാലും വലിയ ചൂടൊന്നുമില്ല കേട്ടോ വെയിലിന്. നമ്മുടെ നാട്ടിലെ പോലെ വെയിൽ കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ വരില്ലേ, അതൊന്നുമില്ല. തണുപ്പിന് വലിയ കുറവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അത്രയൊക്കെ തന്നെ ഇതാ ഓരോരുത്തർ വണ്ടി എടുത്ത് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ വണ്ടി അങ്ങാ കിടക്കുന്നത്, അവിടെ പോയിട്ട് വണ്ടി എടുത്തിട്ട് വേണം. ഇനിയിപ്പോൾ 11 മണിക്ക് എടുത്താൽ മതി. എനിക്ക് 1:30ക്കാണ് അവിടെ അപ്പോയിൻമെൻ്റ് ഉള്ളത്. അപ്പോൾ ഒരു 11 മണിക്ക് എടുക്കാനാണ് മാനേജർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ തന്നെ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും എന്നത്തെയും പോലെ ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയായിരിക്കട്ടെ.